ജനം സിംഹിയെ പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുന്നു. സിംഹത്തിന്റെ ബലം, സിംഹിയുടെ ബലം ഒന്ന് ആലോചിച്ച് നോക്കിയ ദൈവവൈതലേ. ഹല്ലേലൂയ. യഹൂദ ഗോത്രത്തിലെ സിംഹമാ നമ്മുടെ അപ്പനെങ്കിൽ ഞാനും നിങ്ങളും ആ ഗോത്രത്തിലുള്ളവരല്ലേ? ഹല്ലേലൂയ. നമ്മുടെ ബലം മനസ്സിലാക്കണം കേട്ടോ, നമ്മുടെ ശക്തി മനസ്സിലാക്കണം കേട്ടോ. അതാ പൗലോസ് പറഞ്ഞ്, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്, എനിക്ക് ബലം തരുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ. പണ്ട് ഞാനൊരു കഥ ഇങ്ങനെ സ്തോത്രം വായിച്ചതോർക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു ബാലസിംഹം എന്ന് പറഞ്ഞാൽ ജനിച്ചു വീണതേ ഉള്ളൂ, കുഞ്ഞാ. അത് സ്തോത്രം സിംഹി പ്രസവിച്ചത് സ്തോത്രം ആട്ടിൻകൂട്ടത്തിൻ്റെ നടുവിൽ കിടന്നു. എന്നിട്ട് ആടിനെ പിടിച്ചോണ്ട് അത് പോയി. പക്ഷേ ഈ കുഞ്ഞ് ഈ ആടുകളുടെ കൂട്ടത്തിലാണ് വളർന്നത്. സ്തോത്രം കുറേ കഴിഞ്ഞപ്പോൾ അത് പുല്ല് തിന്നാൻ തുടങ്ങി, ആട് കരയുന്ന പോലെ കരയാൻ തുടങ്ങി. സ്തോത്രം ഒന്ന് ആലോചിച്ച് നോക്കി. സ്തോത്രം അങ്ങനെ അത് വളർന്നത് ആ സിംഹം. അപ്പോൾ ആൾക്കാർക്കെല്ലാം ഒരു അത്ഭുതമാണ്, ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു സിംഹവും കൂടെ. സ്തോത്രം. പക്ഷേ അത് പുല്ലും തിന്നും, ഈ ആടുകൾക്ക് കൊടുക്കുന്നതെല്ലാം തിന്നും. സ്തോത്രം. അല്ല, അങ്ങനെ ഒരു ദിവസം മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കാട്ടിൽ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ഒരു യഥാർത്ഥ സിംഹം മുകളിൽ നിന്നൊരു കാഴ്ച കണ്ടു. ആട്ടിൻകൂട്ടത്തിൻ്റെ നടുവിൽ നമ്മുടെ ഒരു പാർട്ടി. സ്തോത്രം. ആ സിംഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. അത് അവിടെ നിന്നും മുരണ്ടു. സ്തോത്രം. ഇങ്ങനെ മുരളാൻ തുടങ്ങി, ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. വലിയൊരു ശബ്ദമുണ്ടാക്കി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ആട്ടിൻകൂട്ടത്തിലുണ്ടായിരുന്ന സിംഹം നോക്കി മുകളിലേക്ക് നോക്കി, കണ്ടാ എൻ്റെ ടൈപ്പ് ഒരുത്തൻ. ഈ ആട്ടിൻകുട്ടി ഈ സിംഹക്കുട്ടി എന്ത് ചെയ്തെന്നറിയാമോ? ഈ ആട്ടിൻകൂട്ടത്തെ വിട്ടിട്ട് ആ സിംഹത്തിൻ്റെ കൂടെ ചേർന്നു. സ്തോത്രം. എപ്പോഴാണ് മനസ്സിലായത്? ഞാനൊരു ആട്ടിൻകുട്ടിയല്ല, ഞാനൊരു യഥാർത്ഥ സിംഹമാണെന്ന് മനസ്സിലായത് മറ്റൊരു സിംഹത്തെ കണ്ടപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ദൈവ പൈതലെ നീ മനസ്സിലാക്കിക്കോണം, ഞാനും നിങ്ങളും സാധാരണക്കാരല്ല. നമ്മെ അസാധാരണക്കാരാക്കി മാറ്റുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കുമുണ്ട്. എൻ്റെ നിങ്ങളുടെ കഴിവല്ല, എൻ്റെ നിങ്ങളുടെ മിടുക്കല്ല. വിളിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്, വിളിച്ച ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ.